കുഴക്കട്ട എല്ലാവരും ഉണ്ടാക്കും അല്ലേ? എന്നാൽ ഇതേപോലെ നല്ല മിനുസമുള്ള നല്ല സോഫ്റ്റായ കുഴക്കട്ട ഉണ്ടാക്കാറുണ്ടോ? ഈ കുഴക്കട്ട തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന നേരിയ വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഈ വെള്ളം മുഴുവനായി ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് സാവധാനത്തിൽ കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ കൈകൊണ്ടൊന്നും കലക്കാൻ പറ്റില്ല. ഇതുപോലെ സ്പൂൺ എന്തെങ്കിലും വെച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഈ 3 ഗ്ലാസ് വെള്ളം ഇതിന് കറക്റ്റായിരിക്കും. എന്നാലും ഒന്നിച്ചിട്ട് ഒഴിക്കാൻ പാടില്ല. ഇതേപോലെ സാവധാനത്തിൽ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. വെള്ളം അപ്പോഴും തിളച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കണം. ഇതേപോലെ സ്പൂണ് കൊണ്ട് കുഴച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് വെള്ളം തടവി ഇതുപോലെ തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് അടച്ചു വെക്കണം. ആ സമയം കൊണ്ട് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഇത് 3 അച്ച് ശർക്കര ചീകിയിട്ടതാണ്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം ഇത് ഉരുക്കിയെടുക്കാൻ. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഇത് അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഉരുകി വരട്ടെ. ഇത് കണ്ടോ, നന്നായി തിളച്ച് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബട്ടറോ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ബട്ടർ അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് ഡെസിഗേറ്റ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇനി മിക്സ് ചെയ്തെടുക്കാം. ഡെസിഗേറ്റ് കോക്കനട്ട് ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റിനൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇതിൽ ശർക്കരയൊക്കെ പിടിച്ച് ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരുവും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഈ ശർക്കരേൻ്റെ വെള്ളമയമൊക്കെ മാറി തിക്കായി വരണം. ഇതേപോലെ തിക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. മാവ് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ട്. ഇനി തണുത്ത വെള്ളത്തിൽ കൈ മുക്കി വേണം ഇത് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട. നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴക്കുന്ന ബലമൊന്നും ഇതിന് കൊടുക്കണ്ട. ഇതേപോലെ മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് ഉരുട്ടിയെടുക്കാനും എളുപ്പമായിരിക്കും. ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ 12 കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഇതേപോലെ വിരൽ വെച്ച് ഹോൾ ആക്കി ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്തെടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്യാനും എളുപ്പം തന്നെ ആയിരിക്കും. ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയ വിള്ളലുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതങ്ങ് ഫില്ലായിക്കോളും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം ഫില്ലിങ് വെച്ച് റെഡിയാക്കിയെടുക്കാം. ചെറിയ വിള്ളലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തടവി ഇതേപോലെ വിരലുകൊണ്ട് ഇങ്ങനെ മിനുസപ്പെടുത്തി എടുത്താൽ മതി. പഞ്ചസാരയിട്ട വെള്ളം ഒഴിച്ച് കുഴച്ചത് കൊണ്ട് കുഴക്കട്ടയ്ക്ക് നല്ല മിനുസമായിരിക്കും. വെന്ത് കഴിയുമ്പോൾ നല്ല ഷൈനിങ്ങും ഉണ്ടാവും. ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ ഇത് വെന്ത് വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഷൈനിങ് ഉള്ള സോഫ്റ്റ് കുഴക്കട്ട റെഡിയായി. ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഹോളിഡേയ്സ് അല്ലേ, കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. വൈകുന്നേരം ചായക്കടിയായിട്ട് ഇത് കൊടുത്താൽ മതിയല്ലോ. ഇത് കാണുമ്പം തന്നെ അവരിഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും.
ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.